BJP ബന്ധം ആരോപണത്തിൽ ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക്, ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തിരുവനന്തപുരത്ത് ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. ഇന്നലെ തന്നെ ഇങ്ങനൊരു ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരുന്നു. അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനിടെ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയി. അദ്ദേഹം നിലവിൽ കണ്ണൂരിലെ വസതിയിലാണുള്ളത്. വലിയ വിവാദമായി മാറിയിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ച് പോളിംഗിന് തൊട്ട് തലേന്ന് ഉയർന്നു വന്ന വിവാദം, പിന്നീട് തെരഞ്ഞെടുപ്പ് ദിവസം അതിനുള്ള മറുപടികൾ, ഇതെല്ലാം വലിയ വിവാദത്തിലാകുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം ശേഷം ഇപ്പോൾ നടപടി ഉണ്ടാവുകയാണ്. ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ ഒരിക്കൽ കൂടിയുണ്ട് തത്സമയ വിവരങ്ങളുമായി. ഷഫീദ് റാവുത്തറിലേക്ക് വീണ്ടും. ഷഫീദ്, ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പകരം AK ബാലന്റെ പേര് ആദ്യം പരിഗണിച്ചു, പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ല. TP രാമകൃഷ്ണൻ പകരം ചുമതല എന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി പറയാമോ, സ്ഥിരീകരിച്ച് നൽകാമോ? TP രാമകൃഷ്ണന് പകരം ചുമതല നൽകിയെന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അനുജ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയല്ലാതെ CPM-നെ സംബന്ധിച്ച് മറ്റു മാർഗ്ഗങ്ങളില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് ശേഷം ചേർന്ന ഏതെങ്കിലും സമയങ്ങളിൽ ആ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ അത് സ്വാഭാവികമായും പാർട്ടിക്ക് തിരിച്ചടിയായേനെ. കാരണം പാർട്ടി ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിനെതിരെ, അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള മുദ്രാവാക്യത്തിനെതിരായി ഇക്കാര്യങ്ങളൊക്കെ മാറും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും മുഖ്യമന്ത്രിയുമായി ഇ പി ജയരാജനുള്ള ബന്ധം, അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇ പി ജയരാജനെ പെട്ടെന്ന് അങ്ങ് മാറ്റേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ന്യൂനപക്ഷ സമീപനം അടക്കമുള്ള കാര്യങ്ങൾ കാര്യമായി ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM നടത്തുന്ന പുനർവിചിന്തനമുണ്ട്. ആ വിചിന്തനങ്ങളിൽ ന്യൂനപക്ഷത്തെ ഏതൊക്കെ രീതിയിൽ അടുപ്പിച്ചു നിർത്താം എന്നുള്ള കാര്യം കാര്യമായി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തുടങ്ങുന്ന താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളുണ്ട്. ആ സമ്മേളനങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് കേൾക്കേണ്ടി വരുന്ന വലിയ പഴി അത് ഒഴിവാക്കുക കൂടി CPM ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഒരു BJP നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഇ പി ജയരാജന്റെ രീതി അതൊട്ടും നിഷ്കളങ്കമല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ചിലർ അഭിപ്രായപ്പെട്ടതുപോലെ നിഷ്കളങ്കമല്ല എന്നുള്ളൊരു പൊതു അഭിപ്രായം പാർട്ടി നേതൃത്വത്തിൽ തന്നെ കാര്യമായി ഉയർന്നിരുന്നു. മാത്രമല്ല, അത്രത്തോളം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഇ പി ജയരാജനെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഘടകകക്ഷികളടക്കം ഉണ്ടാക്കുന്ന ഒരു അവമതിപ്പ്, അതിനുമപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സമ്മർദ്ദം, ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നുള്ളതാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, പക്ഷേ ഇ പി ജയരാജൻ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ ഉണ്ടാകുന്ന വിമർശനേക്കാൾ കൂടുതൽ വിമർശനം ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. അതിൽ ഏറ്റവും സുപ്രധാനം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെ അതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നു. ഇ പി ജയരാജൻ ഇനി ആ സ്ഥാനത്ത് തുടർന്നാൽ അത് മുന്നണിക്ക്, പാർട്ടിക്ക് പ്രതിച്ഛായ മങ്ങലുണ്ടാകും എന്നുള്ളൊരു ആശങ്ക അത് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിനുണ്ട്. അക്കാര്യം അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അത് പാർട്ടിയിലെ ഒരു പൊതുവിലയിരുത്തലായി നമുക്ക് കണക്കാക്കാൻ കഴിയും. മാത്രമല്ല, ആ എതിർപ്പുകളെ അങ്ങനെ അവഗണിക്കുക അത് നേതൃത്വത്തെ സംബന്ധിച്ച് സാധ്യവുമല്ല. അങ്ങനെയൊക്കെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള വിവരം നമുക്ക് വരുന്നുണ്ട്. ഏതായാലും ആ തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾക്ക് മുൻപ് തന്നെ രാജ്യസന്നദ്ധ ഇ പി ജയരാജൻ വിവാദം ഉയർന്നു വന്നത് നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് തലേന്ന് KPCC അധ്യക്ഷൻ K സുധാകരനാണ് ഈ തരത്തിലേക്ക് ഒരു കാര്യം ആദ്യം പറയുന്നത്. അതിനുശേഷം പിറ്റേന്ന് തന്നെ പ്രതികരണം വരുന്നു. ഇ പി ജയരാജന്റെ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ശോഭാ സുരേന്ദ്രൻ ഇതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റൊരു പ്രതികരണം. അപ്പോൾ ഇത് വലിയ വിവാദമായി മാറുന്നു. മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. പാപിക്കൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാപിയായി മാറും എന്ന തരത്തിലേക്കുള്ള പ്രതികരണമായിരുന്നു. അതായത് അതൊരു താക്കീത് എന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നത്. ഇതെല്ലാം ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായി മാറി എന്ന് കൂടിയുള്ള വിലയിരുത്തൽ ഉണ്ടായോ പാർട്ടിയിൽ? അനുജ, ഉറപ്പായിട്ടും. കാരണം ഈ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച മാത്രമല്ല പാർട്ടിക്ക് മുൻപിലെ പ്രധാനപ്പെട്ട കാര്യം, അതിനുമപ്പുറത്തേക്ക് അത് വന്ന വഴി പാർട്ടി കാര്യമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈം നന്ദകുമാർ ഒരു തിരി കൊളുത്തി വിടുന്നു. ആ തിരിയിൽ ഇ പി ജയരാജൻ കയറി പിടിക്കുന്നു. അത് പാർട്ടി മൊത്തം കത്തിപ്പടരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് ഇ പി ജയരാജൻ BJP പ്രവേശനത്ത് തന്നോടൊത്തു ചേർന്ന് ആലോചന നടത്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതടക്കമുള്ള വിവാദം പാർട്ടിക്കുണ്ടാക്കിയ കോട്ടം, പാർട്ടി അണികളിലുണ്ടാക്കിയ ആശയക്കുഴപ്പം, പാർട്ടി
ഫോളോവേഴ്സ് ആയിട്ടുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ, ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്തു. അതിനുമൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം ഈ നിരാമയ ഹോട്ടൽ വിവാദം, അതും EP ജയരാജന് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലുണ്ട്. കാരണം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് EP ജയരാജന് പുലർത്തുന്ന BJP ബന്ധമെന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പുലർത്തുന്ന ബിസിനസ് ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ഇടത് നയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇടത് നിലപാടുകൾക്ക് യോജിക്കുന്ന തരത്തിലേക്കുള്ളതല്ല എന്നുള്ളൊരു വിലയിരുത്തൽ വിമർശനത്തിന്റെ സ്വരമായി പാർട്ടിക്കകത്ത് ഉയരുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റുകയല്ലാതെ മറ്റ് നിവർത്തി CPM നേതൃത്വത്തെ സംബന്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനുമില്ല. പക്ഷേ അപ്പോഴൊക്കെ ഇനി ഉയരുന്നൊരു വിമർശനം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതാണ്. അതിലും CPM-നെ സംബന്ധിച്ച് CPM-ന്റെ അകത്തെ ചർച്ച എന്ന് പറയുന്നത് അന്ന് ആ തീരുമാനം എടുക്കുകയായിരുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമായി CPM-ന് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, രാഷ്ട്രീയമായി CPM-ന് സംഭവിക്കാൻ പോകുന്ന കോട്ടങ്ങൾ, കേൾക്കേണ്ടി വരുന്ന പഴികൾ, വിമർശനങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വൈകിപ്പോയൊരു തിരുത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ആ വിഷയം കാര്യമായി ഉയർത്തി. പ്രതിപക്ഷത്തെ മറ്റംഗങ്ങൾ ഇക്കാര്യത്തിൽ കാര്യമായ ചില വിമർശനങ്ങൾ EP ജയരാജനെതിരെ തന്നെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അന്നൊക്കെ EP ജയരാജനെ ന്യായീകരിച്ചും പ്രതിരോധം തീർത്തുമായിരുന്നു CPM-ന്റെ പ്രതികരണമെങ്കിൽ അതൊരു നിഷ്കളങ്കമായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അതിനുശേഷം ഉയർന്ന ജില്ലാ നേതൃയോഗങ്ങളിലെ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് CPI ഇക്കാര്യത്തിൽ ഉയർത്തിയ വിമർശനം നമുക്ക് ഈ ഘട്ടത്തിൽ കാണാതിരിക്കാൻ കഴിയില്ല. CPI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അടക്കം അക്കാര്യത്തിൽ EP ജയരാജന്റെ നീക്കം അത് വലിയ തരത്തിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചു എന്നുള്ള പരസ്യ വിമർശനങ്ങൾക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചിരുന്നു. CPM സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു. മാത്രമല്ല EP ജയരാജന്റെ സ്ഥാനചലനത്തെ സംബന്ധിച്ച് CPI നേരിട്ട് പറയേണ്ടതില്ലെങ്കിൽ കൂടി ആ വിഷയം അത് മുന്നണിക്കുള്ളിൽ ഉയർത്തണം എന്നുള്ള അഭിപ്രായ പ്രകടനം പോലും CPI-ക്കുള്ളിൽ ഉണ്ടായി. അപ്പോൾ ഘടകകക്ഷികളുടെ അടക്കം അഭിപ്രായം ഇക്കാര്യത്തിൽ CPM മാനിച്ചു. ആ വിമർശനങ്ങൾ അതാണ് CPI-യുടെ ഭാഗത്തു നിന്നൊക്കെ അതിരൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ EP ജയരാജനെതിരെ ഉണ്ടായിരുന്നു. കൂടാതെ പാർട്ടിയുടെ തന്നെ വിവിധ ഘടകങ്ങളിൽ വിമർശനം ഉയർന്നു വന്നു. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഈ കാര്യത്തിൽ EP ജയരാജനെതിരെ വിമർശനമാണ് ഉയർന്നത്. മുതിർന്ന നേതാക്കൾ VN വാസവനെ പോലെയുള്ളവരൊക്കെ അതിരൂക്ഷ വിമർശനം EP ജയരാജനെതിരെ ഉന്നയിച്ചു. അപ്പോൾ ഇന്ന് ഈ തരത്തിലേക്കൊരു നടപടി അത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമെന്ന് അറിയാമായിരുന്നു EP ജയരാജൻ. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ തിരികെ എത്തും ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങളും മറ്റു വാർത്തകളുമായി ഇടവേള എടുത്തതിനു ശേഷം.